ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Today's Bible portion is taken from Matthew chapter 16 verses 13 to 20. Today's theme is Identifying Jesus. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നമ്മൾ കാണുന്നത് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനവും കർത്താവായ യേശുക്രിസ്തു പത്രോസിന് നൽകുന്ന അധികാരങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇത് നടക്കുന്നത് കൈസരിയ എന്ന സ്ഥലത്താണ്. അവിടെ നിന്നാണ് യേശുക്രിസ്തു 2 ചോദ്യങ്ങൾ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്. ഒന്നാമതായി ശിഷ്യന്മാരോട് ചോദിക്കുന്നത് മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. അതിന് അവർ പല ഉത്തരങ്ങൾ പറയുന്നുണ്ട്. ചിലർ സ്നാപക യോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും ഇരമ്യാവെന്നും പ്രവാചകന്മാർ ഒരുവനെന്നും ഉത്തരം പറയുന്നു. എന്നാൽ ശിമോൻ പത്രോസ് പറയുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നാണ്. അപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു, യോനായുടെ പുത്രനായ പത്രോസേ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. പിന്നീട് യേശു തുടർന്ന് പറയുന്നു, നീ പത്രോസ് ആകുന്നുവെന്നും ഈ പാറമേൽ എൻ്റെ സഭ സ്ഥാപിക്കും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്നും പറഞ്ഞു. ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത് യേശുക്രിസ്തു പത്രോസിനോട് കുറെ അധികാരങ്ങൾ നൽകുകയാണ്. കാരണം പത്രോസ് കർത്താവായ യേശുക്രിസ്തുവിനെ കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിച്ചു. ഈ ബൈബിൾ പോർഷനിൽ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം, എൻ്റെ യേശു എനിക്ക് ആരാണ്? ഹൂ ഈസ് ദിസ് ക്രൈസ്റ്റ് ഫോർ മീ? നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ പറയാൻ സാധിക്കും. ബൈബിളിൽ യേശുവിനെ കുറിച്ച് പല വിശദീകരണങ്ങളുണ്ട്. യേശു രക്ഷകനാണ്, യേശു ജീവന്റെ വചനമാണ്, യേശു വഴിയും സത്യവും ജീവനുമാണ്. ഇങ്ങനെ നീണ്ടുപോകുന്നു കർത്താവ് തന്നെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ തട്ടിയ ഒരു ആൻസർ നമുക്കുണ്ടായിരിക്കണം. ഈ ലണ്ടൻ സീസണിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കൂടുതലായി മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും നമ്മുടെ ജീവിത അനുഭവത്തിലൂടെ നമുക്ക് സാധിക്കണം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അതിന് സഹായിക്കുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പത്രോസിനോട് ചേർന്ന് ഉറക്കെ പറയാം, നീ എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്, മെശിഹായാണെന്നും പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദൈവ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഈ ലണ്ടൻ സീസണിൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് കൂടുതലായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മുടെ ദൈവമാകുന്നു, എൻ്റെ ദൈവം എൻ്റെ വഴിയും സത്യവും ജീവനുമാണെന്ന് പത്രോസിനോട് ഒത്ത് ഉറക്കെ പറയാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ലെറ്റ്സ് പ്രേ. ഡിയർ ലോർഡ്, I pray the grace of our Father be with us as we go through our life and help us live according to your will, so that your Holy Spirit will guide us to eternal life. Amen. Have a blessed day.